വിപണിയിൽ ഉണ്ടായിരിക്കുന്ന റബ്ബർ വില വർധനവ് സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്ക് പ്രയോജനപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ റബ്ബർ ഉത്പാദനം നിലച്ചിരിക്കുന്ന സമയമാണ്. ഒക്ടോബർ മാസത്തോടു കൂടി മാത്രമേ കർഷകരുടെ കൈവശം വിൽപ്പനയ്ക്കുള്ള ഷീറ്റ് സജ്ജമാകുകയുള്ളൂ. എന്നാൽ ഈ കാലഘട്ടം ആകുമ്പോഴേക്കും റബ്ബർ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കമാണ് ചില വൻകിട കമ്പനികൾ നടത്തുന്നതെന്ന് കർഷക കോൺഗ്രസ് കോട്ടയം ജില്ലാ സെക്രട്ടറി AB ഐപ്പ് ആരോപിച്ചു. ഇപ്പോൾ വിപണിയിൽ ഉണ്ടായിരിക്കുന്ന റബ്ബറിന്റെയും ലാറ്റക്സിന്റെയും വിലവർധനവ്, ഇതിന്റെ പ്രയോജനം നിലവിൽ കേരളത്തിലെ കർഷകർക്ക് യാതൊരു വിധത്തിലും പ്രയോജനമില്ലാത്ത സാഹചര്യമാണ്. ഇപ്പോൾ കനത്ത മഴയെ തുടർന്ന് ഇവിടെ കേരളത്തിലെ റബ്ബർ ഉൽപാദനം പൂർണ്ണമായും കർഷകർക്ക് ഉൽപാദനം ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് വില വർദ്ധിപ്പിക്കുന്നതിന് പിന്നിൽ ഇവിടുത്തെ കമ്പനികളുടെ ഒരു ആസൂത്രിതമായ നീക്കമുണ്ട്. വിപണിയിൽ വില ഇപ്പോൾ ഉൽപ്പന്നമില്ലാത്ത സമയത്ത് വില വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ഇവിടെ ഉൽപ്പന്നത്തിന് ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഒരു നീക്കം കമ്പനികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് അവസാനത്തോടുകൂടി ഷീറ്റിന്റെ ഉൽപാദനം ഉണ്ടാകുമ്പോൾ വില ഇടിക്കാനുള്ള ഒരു ആസൂത്രിതമായ നീക്കം ഇവിടെ കമ്പനികൾ നടത്തുന്നുണ്ട്. ഇതിന് പരിഹാരമുണ്ടാകണമെങ്കിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം. അന്താരാഷ്ട്ര മാർക്കറ്റിൽ റബ്ബറിന്റെ വില കുറഞ്ഞതും വിപണിയിൽ ഉത്പാദനം കുറഞ്ഞതുമാണ് കമ്പനികൾ മുതലാക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ സീസൺ ആകുമ്പോഴേക്കും പ്രാദേശിക മാർക്കറ്റിൽ റബ്ബറിന്റെ വില ഇടിയുന്നതോടെ കർഷകർ ദുരിതത്തിലാകും. കഴിഞ്ഞ വർഷവും ഇതേ സാഹചര്യമാണ് ഉണ്ടായതെന്ന് കർഷകർ പറഞ്ഞു. റബ്ബറിന്റെ സംഭരണ വില 200 രൂപയാക്കിയാൽ വൻകിട കമ്പനികളുടെ നീക്കത്തെ ചെറുക്കാനാകുമെന്നാണ് പ്രതീക്ഷ. സി മലയാളം ന്യൂസ്, കോട്ടയം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.